നവംബർ 8 വെള്ളിയാഴ്ച. ലൂക്ക 16 1 മുതൽ 8 വരെ വാക്യങ്ങൾ. ഒരു മടിയനായ കഴുതയുടെ കഥ നമുക്ക് സുപരിചിതമാണ്. സാധനങ്ങൾ കൊണ്ടുപോകാൻ തന്നെ സഹായിക്കാൻ ഒരാൾക്ക് ഒരു കഴുത ഉണ്ടായിരുന്നു. കഴുത വിശ്വസ്തനാണെങ്കിലും മടിയനായിരുന്നു. അത് പലപ്പോഴും ജോലി സ്ഥലത്ത് ഭാരം ഒഴിവാക്കാനുള്ള വഴികൾ കണ്ടെത്തി അത് അവൻ്റെ യജമാനൻ്റെ നഷ്ടത്തിന് കാരണമാക്കി. ഒരു ദിവസം പട്ടണത്തിലേക്ക് ഉപ്പ് ചാക്കുകൾ ചുമന്നുകൊണ്ട് പോകാൻ കഴുതയെ ഏർപ്പെടുത്തി. വഴിയിലെ ഒരു റൂട്ടിൽ ഒരു നദി മുറിച്ച് കടക്കേണ്ടതുണ്ട്. അവർ അത് മുറിച്ച് കടക്കുമ്പോൾ കഴുത കാൽ വഴുതി വെള്ളത്തിൽ വീണു. അവൻ്റെ യജമാനൻ ഉടനെ അവനെ സഹായിച്ചു. എന്നാൽ കഴുതയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ പുറകിലെ ഭാരം പെട്ടെന്ന് കുറഞ്ഞതായി തോന്നി. ചാക്കിനുള്ളിലെ ഉപ്പ് വെള്ളം ഒഴുകി നഷ്ടപ്പെട്ടിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ കഴുത ഇതൊരവസരമാക്കി വഴുതി അങ്ങ് വെള്ളത്തിൽ വീഴും. ഇവൻ മനഃപൂർവ്വം ഇത് ചെയ്യുന്നതായി അവൻ്റെ യജമാനൻ ശ്രദ്ധിച്ചു. അവനെ ഒരു പാഠം പഠിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അവരുടെ അടുത്ത യാത്രയിൽ അയാൾ ചാക്കിൽ ഉപ്പിന് പകരം പഞ്ഞിയാണ് കൊണ്ടുപോയത്. ചരക്കിലെ ഈ മാറ്റം അറിയാതെ കഴുത വീണ്ടും വെള്ളത്തിൽ വീണു. അപ്പോൾ പരുത്തി വെള്ളം മുഴുവൻ ആഗിരണം ചെയ്തു. ചാക്കുകൾ വളരെ ഭാരമുള്ളതായി. അവന് എഴുന്നേൽക്കാൻ കഴിയാത്ത വിധം അത് കനത്തു. അവൻ്റെ യജമാനൻ പിന്നെ അവനെ സഹായിക്കാൻ വന്നു. പക്ഷേ അവിടെ കഴുത തൻ്റെ പാഠം പഠിച്ചു. ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് ധനികൻ്റെയും അവൻ്റെ കാര്യസ്ഥൻ്റെയും ഉപമയുണ്ട്. ധനികൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ കാര്യസ്ഥൻ പണം ധൂർത്തടിക്കുന്നതായി യജമാനെ അറിയിക്കുന്നു. മറ്റൊരാളുടെ വിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കാര്യസ്ഥൻ. യജമാൻ്റെ എല്ലാ വിഭവങ്ങളുടെയും മേൽ അവന് അധികാരമുണ്ടായിരുന്നു. അവൻ്റെ പേരിൽ കാര്യസ്ഥൻ ബിസിനസ് നടത്തുന്നു. ഇതിന് നല്ല വിശ്വാസയോഗ്യമുള്ള ഒരാളെയാണ് ആവശ്യം. സ്വാഭാവികമായും യജമാനൻ ഈ ദാസനെ വിളിച്ച് അവൻ്റെ വരവ് ചെലവുകളുടെ ലിസ്റ്റ് കാണാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൻ പരിഭ്രാന്തനായി. താൻ ഇത്ര വേഗം പിടിക്കപ്പെടുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇനി അവൻ എന്താണ് ചെയ്യേണ്ടത്? അവൻ പശ്ചാത്തപിക്കുന്നൊന്നുമില്ല. തൻ്റെ ഭാവി ഉറപ്പാക്കാനാണ് പ്ലാൻ ഇടുന്നത്. അങ്ങനെ അവൻ ഒരു പദ്ധതി തയ്യാറാക്കുന്നു. അവൻ തൻ്റെ യജമാൻ്റെ ഓരോ കടക്കാരെയും വിളിച്ച് അവരിൽ ഓരോരുത്തർക്കും യജമാന് നൽകേണ്ട തുക കുറച്ചു കൊടുക്കുന്നു. ഈ കാര്യസ്ഥൻ്റെ സത്യസന്ധതയില്ലായ്മ കണ്ടെത്തുമ്പോൾ യജമാനൻ്റെ പ്രതികരണം അവിശ്വസനീയമാണ്. അവനെ പിരിച്ചുവിടുകയോ ജയിലിൽ അടയ്ക്കുകയോ ചെയ്യുന്നതിന് പകരം വിവേകത്തോടെ പ്രവർത്തിച്ചതിന് അദ്ദേഹം കാര്യസ്ഥനെ അഭിനന്ദിക്കുകയാണ്. നമ്മൾ എന്തായിരിക്കും ചെയ്യുക, അത് വേറെ കാര്യം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും ഭയപ്പെടുത്തുന്നതുമായ ഒരവസ്ഥയിൽ നമ്മെ തന്നെ കണ്ടെത്തിയെന്ന് വരും. ഈ അവസരങ്ങളിൽ നാം ദൈവത്തിങ്കിലേക്ക് തിരിയുന്നുണ്ടോ? ദൈവം നമുക്ക് മറ്റൊരു അവസരം നൽകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇതാണ് ഏറ്റവും വലിയ ദൈവസമ്മാനങ്ങളിലൊന്ന്. ദൈവം എപ്പോഴും നമുക്ക് മറ്റൊരു അവസരം നൽകുന്നു.
ദൈവം ഒരിക്കലും നമ്മെ കൈവിടിയില്ല എന്ന് വിശ്വസിക്കുക. അതാണ് നമ്മുടെ ഭാഗ്യം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.